എൻ്റെ പിള്ളേർ എന്നോട് ഫീസ് ചോദിക്കുകയാണെന്ന് വെച്ചോ, അവരൊരിക്കലും വറിയിൽ നിന്നല്ല ചോദിക്കുന്നത്. 10-ാം തീയതിയാണ് ഫീസ് കൊടുക്കണമെങ്കിൽ 1-ാം തീയതി തൊട്ട് പിള്ളേർ പുറകെ നടന്ന് തരുമോ അപ്പേ തരുമോ, 10-ാം തീയതി കൊടുക്കണ്ട കേട്ടോ, കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ നടക്കും. ഇല്ല, എന്തുകൊണ്ട് നടക്കത്തില്ല? അവർക്കതൊരു വിഷയമല്ല. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ അപ്പനെ അറിയാം. ദൈവത്തെ നമുക്ക് അറിയാമെങ്കിൽ എന്തുണ്ടാകത്തില്ല, ഒരിക്കലും എന്തുണ്ടാകത്തില്ല, ഉണ്ടാകത്തില്ല. ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കഴിവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും. എനിക്കിപ്പോൾ എൻ്റെ പിള്ളേരുടെ ഫീസ് കൊടുക്കാനുള്ള പൈസ ഒക്കെ എൻ്റെ ഉണ്ട്, അത് എൻ്റെ പിള്ളേർക്കും അറിയാം. ഒരുപക്ഷെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പം മക്കൾക്കൊരു പ്രയാസം കാണുമായിരിക്കും, അല്ലേ, ഒരു കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം കാണുമായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കാര്യത്തിൽ എന്താണ്, അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇല്ല. ഗോഡ് ഈസ് ഏബിൾ. ആൻഡ് ഓൾസോ അപ്പനൊരു കള്ളുകൂടിയനാണെങ്കിൽ ചിലപ്പം പിള്ളേരുടെ പേടി എന്തായിരിക്കും, ഫീസ് കൊടുക്കാനുള്ള കാശ് എടുത്ത് അങ്ങനെ കള്ളു കുടിച്ചാലോ എന്നുള്ള പേടി ചിലപ്പം കാണും. അപ്പൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. അപ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ നമുക്ക് സ്തോത്രം ഉണ്ടാകുന്നത് ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. ദൈവം നമ്മളുടെ ആവശ്യങ്ങളിൽ കരുതലുള്ളവനാണെന്നും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ അവൻ കരുണയുള്ളവനാണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര കൂളായിരിക്കും. അതുകൊണ്ട് അടുത്ത വാക്യം എന്താണെന്നറിയാമോ? അടുത്ത വാക്യം നോക്ക്, ആൻഡ് ദ പീസ് ഓഫ് ഗാഡ് വിച്ച് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിംഗ് വിൽ കീപ് യുവർ ഹാർട്ട്സ് ആൻഡ് യുവർ മൈൻഡ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നോക്കുക, ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. അല്ലാത്ത സമാധാനത്തിനകത്ത് അർത്ഥമൊന്നുമില്ല. സമാധാനം പല രീതിയിലുണ്ടാകും. ഏറ്റവും കൂടുതൽ സമാധാനം ഉള്ളത് എവിടെയാണെന്നറിയാമോ? സെമിട്രിയിലാണ്. ഒരു പ്രശ്നമില്ല. ശവക്കോട്ടയിലാണ് ഏറ്റവും സമാധാനം, ഒരു പ്രശ്നമില്ല. പക്ഷെ അതൊരു ചത്ത സമാധാനമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള ഭ്രാന്തന്മാർക്കാണ്. കാര്യം അവർക്ക് ഒന്നിനെ കുറിച്ചും വിചാരമില്ല. പക്ഷെ അതൊക്കെ അജ്ഞതയിൽ നിന്നുള്ള സമാധാനമാണ്. പക്ഷെ നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് അജ്ഞതയിൽ നിന്നല്ല, വെളിപ്പാടിൽ നിന്നുള്ള സമാധാനമാണ്. വി നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വി നോ. ഒരു പക്ഷേ നാട്ടുകാർക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം എന്ന് പറയുന്നത്. നാട്ടുകാർക്ക് ആ സമാധാനത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് ആ സമാധാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾമൈറ്റി ഗാഡ് ഹു ഈസ് കൺസേൺഡ് അബൌട്ട് മൈ ലൈഫ് ഹിയർ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള സർവശക്തനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നും വെളിപ്പാടിൽ നിന്നുമാണ് എനിക്ക് സമാധാനം ഉണ്ടാകുന്നത്. അത് സെമിട്രിയിലെ സമാധാനമല്ല, അത് പ്രാന്തൻ്റെ സമാധാനമല്ല. ആ സമാധാനം അറിവിൻ്റെയും വെളിപ്പാടിൻ്റെയും സമാധാനമാണ്. അറിവിനും അപ്പുറത്തുള്ള വെളിപ്പാടിൻ്റെ സമാധാനമാണ്. അതുകൊണ്ടാണ് പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാൻ കാര്യം. ഇല്ലേ, ഒരുപക്ഷെ ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള സമാധാനം. ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ നമുക്ക് ഒരുപക്ഷെ അത് തിരിച്ചറിയാനായിട്ട് കഴിയും. തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി പീപ്പിൾ വിൽ ആസ്ക്, ഹൗ ക്യാൻ യു ബി പീസ്ഫുൾ വെൻ യു ആർ ഫേസിങ് സച്ച് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ? ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എടാ ഇത്രയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിനക്കെങ്ങനെ ഇത്ര കൂളായിട്ട് നടക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ സമാധാനമായിട്ട് നടക്കാൻ പറ്റുന്നത്? അവിടെയാണ് ജനങ്ങൾ നമ്മളുടെ സൗമ്യത തിരിച്ചറിയുന്നത്. അവിടെയാണ് ജനങ്ങൾ നമ്മുടെ സൗമ്യത തിരിച്ചറിയുന്നത്. നമ്മൾ എപ്പോഴും പരാതി പറയുന്നവരാണെങ്കിൽ, എപ്പോഴും നമ്മളുടെ കുറവുകളെ കുറിച്ച്, അല്ലെങ്കിൽ അതില്ല ഇതില്ല, നമുക്ക് ഇല്ലായ്മകളെ കുറിച്ച്, ലാക്കിംഗ് ഇൻഫർമിറ്റീസ്, I'm not talking about നമ്മുടെ സ്പിരിച്വൽ ഇൻഫർമിറ്റീസ് അല്ല, what are things we do not have in this world, or when you say you deserve many things and you are not getting it, you are not spiritual. എപ്പോഴാണ് ഒരാൾ ആത്മീയനാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ സംതൃപ്തനാകുമ്പോഴാണ് അവൻ ആത്മീയനാകുന്നത്. കാര്യം ഞാൻ സമർപ്പണത്തിൻ്റെ ആർട്ടിക്കിളിനകത്ത് എഴുതിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ്, എൻ്റെ ഈ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ അസംതൃപ്തനാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സാഹചര്യം എനിക്ക് തന്ന ദൈവത്തിൽ ഞാൻ അസംതൃപ്തനാണെന്നാണ്. ഞാൻ ചില ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഈ തിരുവല്ല ബസ് നോക്കിയിരിക്കുമ്പോൾ ഉള്ള ഒരു വലിയൊരു പ്രശ്നം, അതെപ്പോഴും എനിക്ക് എല്ലാവർക്കും പറയുന്നത്, കോട്ടയത്തിന് പോകണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടി എല്ലാം കാലിയായിട്ട് പോകും. പക്ഷേ കോട്ടയത്തിന് പോകുന്ന വണ്ടിയിൽ ഇടിച്ചു കൂത്തിയ ആളായിരിക്കും. ഇനി നമുക്ക് അബദ്ധവശാൽ തിരുവനന്തപുരത്തിലാണ് പോകേണ്ടതെങ്കിൽ കോട്ടയത്തിന് പോകുന്ന വണ്ടി എല്ലാം കാര്യമായിരിക്കും, തിരുവനന്തപുരത്തിന് പോകുന്ന വണ്ടി ഭയങ്കര ഇതായിരിക്കും. അത് നമ്മൾ ക്യൂ നിന്ന് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് എത്ര പേരാണ് വരുന്നത്. ക്യൂ നിന്ന് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ അങ്ങനെ കോമൺ അല്ല. നമ്മളിങ്ങനെ വലിയ കാര്യമായിട്ട് ക്യൂ നിൽക്കുമ്പോൾ വണ്ടിയോട് അടുക്കാറാകുമ്പോഴാണ് ഒരുത്തൻ വന്ന് വലിയ സൂട്ട് കേസും കൊണ്ട് വന്ന് നമ്മളെ ഇടിച്ച് നമ്മുടെ കാലിലോട്ട് ചെരുപ്പ് വിട്ട് അരച്ച് തേച്ച് അവൻ കയറി പോവുകയും ചെയ്തു. നമ്മൾ താഴെയും വീണു, വണ്ടിയും വിട്ടു പോയെന്ന് വെച്ചു. നമ്മളെന്താ പറയും? പ്രൈസ് ലോർഡ്, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. അപ്പോഴാണ് നമ്മൾ അറിയേണ്ടത് താങ്ക്സ് ഗിവിങ് എവിടെ കിടക്കുന്നുള്ളത്. അപ്പോഴാണ് താങ്ക്സ് ഗിവിങ് എവിടെ കിടക്കുന്നുള്ളത് അറിയുന്നത്. അപ്പോൾ പല സമയത്തും നമ്മുടെ നന്ദി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമുക്ക് വലിയ പ്രശ്നമില്ലാത്തപ്പോഴാണ് നമ്മൾ ഈ നന്ദിയെല്ലാം പറയുന്നത്. അപ്പോൾ പ്രതിസന്ധിയിലാണ്, പ്രശ്നങ്ങളുള്ളപ്പോഴാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിലെ മീറ്റിങ്ങിന് വെച്ച് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ക്ഷമിക്കുന്നതിനെ കുറിച്ച് ഒരു സ്ത്രീ ചോദിച്ചൊരു ചോദ്യമാണ്, എൻ്റെ ഭർത്താവ് ഭയങ്കര ദേഷ്യക്കാരനാണ്, എന്നോടെപ്പോഴും ദേഷ്യപ്പെടും, എനിക്കും ദേഷ്യം വരും, എനിക്ക് ക്ഷമിക്കണമെന്നുള്ളൂ, പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്കും ദേഷ്യം വരും, ഭർത്താവ് ഭയങ്കര ദേഷ്യക്കാരനാണ്, ഞങ്ങൾ നമ്മൾ വഴക്കുണ്ടാക്കും, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തോ ചെയ്യണം? അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ആരോടാ ക്ഷമിക്കാൻ പറ്റുന്നത്? നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത് ക്ഷമിക്കാൻ വയ്യാത്ത ഒരു കാര്യം നമ്മളോട് ചെയ്തവരോടല്ല ക്ഷമിക്കാൻ പറ്റുള്ളൂ. അല്ല പിന്നെ ആരോടാ ക്ഷമിക്കേണ്ടത്? വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തവരോട് നമുക്ക് പോയി ക്ഷമിക്കാൻ പറ്റുമോ?
എന്നോട് തെറ്റ് ചെയ്തോളല്ലേ എനിക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ഷമിക്കാനുള്ള ക്ഷമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവികമായ ഒരു സ്വഭാവമാണ്, അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ ദൈവം എനിക്കൊരു സാധ്യത തരുന്നത് തന്നെ എന്നോട് ആരെങ്കിലും ക്ഷമിക്കാൻ വയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. കർത്താവേ, എന്തൊരു സന്തോഷം, കാര്യം ഇപ്പോഴാണ് എനിക്ക് നിൻ്റെ സ്വഭാവം ഒന്ന് പ്രകടിപ്പിക്കാനായിട്ട് പറ്റിയത്. സ്തോത്രം, ഇല്ലേ? കണ്ടോ, താങ്ക്സ് ഗിവിങ് പോകുന്ന പോക്ക് കാണുന്നു. ആരെങ്കിലും നമ്മളെ വഞ്ചിച്ചു എന്ന് ചിന്തിക്കുക. ഞാൻ പറയുന്നത്, ആരെങ്കിലും വഞ്ചിച്ചു, എന്നെ ആരെങ്കിലും വഞ്ചിക്കുമ്പോഴാണ് എനിക്ക് വാസ്തവത്തിലൊരു സമാധാനം ഉണ്ടാകുന്നത്. എന്നാണെന്നറിയാമോ? അന്നേരമാണല്ലോ എനിക്ക് ബോധ്യമാകുന്നത്, ഏതാണെങ്കിലും അയാൾ എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലോ, ഞാൻ അയാളെ വഞ്ചിച്ചില്ലല്ലോ. കാര്യം എൻ്റെ എപ്പോഴത്തെയും പേടി ഞാൻ ആരെങ്കിലും വഞ്ചിക്കുന്നുണ്ടോ എന്നാണ്. കാര്യം നമുക്ക് നമ്മുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ വഞ്ചിച്ചെങ്കിലേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ. ഒരാൾ നമ്മളെ വഞ്ചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ, അയാളെങ്കിലും വഞ്ചിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ഒരാൾ വഞ്ചിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിന് നന്ദി പറയാനായിട്ട് പറ്റും, അല്ലേ? നന്ദി പറയുന്നതിന് ഒരു പ്രയാസവും ഇല്ല. നന്ദി പറയാൻ പറ്റും, കഴിയണം. കർത്താവിന് സ്തോത്രം പറയാനായിട്ട് കഴിയണം. ഞാനൊരു നടന്നൊരു കാര്യമാണ്. ഒരു ദൈവദാസൻ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ അയാളുടെ ബാഗ് ആരാണ്ട് മോട്ടിച്ചുകൊണ്ട് പോയി. ആ ബാഗിനകത്തായിരുന്നു അയാളുടെ പൈസയും, അയാളുടെ വേദോത്സവവും, പാഠോത്സവവും, അയാളുടെ തുണിയും, ഓൾമോസ്റ്റ് എവറിഥിങ് ഇൻ ദാറ്റ് ബാഗ്. ഉടനെ ഇദ്ദേഹം ഇരുന്ന് കർത്താവിന് സ്തോത്രം പറയാൻ തുടങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഞാൻ പല കാര്യത്തിനും നിന്നോട് നന്ദിയുള്ളവനായിരിക്കണം. ഒന്ന്, ഇത്രയും നാൾ യാത്ര ചെയ്തിട്ട് ഇതുവരെയായിട്ടും എൻ്റെ ബാഗ് ആരും മോട്ടിച്ചില്ല, ഇപ്പോഴാണ് ഇത് മോട്ടിച്ചത്. അതിനായി ഞാൻ നിനക്ക് സ്തോത്രം പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അതിനകത്ത് എൻ്റെ വേദോത്സവം ഉണ്ടായിരുന്നു. അത് പോയതിനകത്ത് എനിക്ക് സങ്കടമുണ്ട്. എന്നാലും വേദോത്സവമല്ല പോയുള്ളൂ, നിന്റെ വചനം പോയില്ലല്ലോ, അതോർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പിന്നെ എൻ്റെ പാട്ടുത്സവം ഉണ്ടായിരുന്നു. പക്ഷെ പാട്ടുത്സവമേ കള്ളം കൊണ്ടുപോയുള്ളല്ലോ, എൻ്റെ പാട്ടിപ്പോഴും എൻ്റെ തന്നെ ഉണ്ടല്ലോ, അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ പൈസ പോയി, അത് പോട്ടെ, ജീവനല്ലല്ലോ പോയത്. പൈസ പോയാൽ ഇത്ര നഷ്ടപ്പെടാനുള്ളൂ, എൻ്റെ ജീവൻ പോയില്ലല്ലോ, അതോർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വേറൊരു കാര്യത്തിന് വേണ്ടി ഞാൻ നിനക്ക് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, കർത്താവേ, അവൻ എൻ്റെ ബാഗ് മോട്ടിക്കുകയായിരുന്നല്ലോ, ഞാൻ അവൻ്റെ ബാഗ് മോട്ടിക്കുക അല്ലായിരുന്നല്ലോ. അവൾ എൻ്റെ ക്യാരക്ടർ എന്ത് ചെയ്തില്ല, നശിച്ചില്ല. നോക്ക്, സ്തോത്രം ചെയ്യാനാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും സ്തോത്രം ചെയ്യാം. അപ്പോൾ ആളുകൾ ചോദിക്കും, എല്ലാത്തിനും എങ്ങനെ സ്തോത്രം ചെയ്യുന്നത്? എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ പറ്റും, എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ പറ്റും. ആ സ്വഭാവം, കർത്താവിൻ്റെ ആ സ്വഭാവം നിങ്ങളൊന്ന് കൾട്ടിവേറ്റ് ചെയ്താൽ മതി. പറ്റുകയാണെങ്കിൽ ഇത് ഇവിടെ എഴുതി വെക്കുമോ? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതിന് അർത്ഥം ഇത് പറ്റുമെന്ന് തന്നെയാണ്. എല്ലാത്തിനും സ്തോത്രം ചെയ്യും, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ, വിത്ത് താങ്ക്സ് ഗിവിങ്. വി നീഡ് ടു ബി താങ്ക്ഫുൾ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്തോത്രത്തോടുകൂടെ നമ്മുടെ അപേക്ഷകളെ അവനെ അറിയിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ടതായ അർത്ഥം. നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വി നീഡ് ടു ബി താങ്ക്ഫുൾ ആൻഡ് ഗോഡ് വാണ്ട്സ് us to be thankful. ദൈവം നമുക്ക് ചെയ്ത ഒരു ഉപകാരവും നമ്മിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. പക്ഷെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന് പ്രതീക്ഷയുണ്ടെന്ന് തന്നെയല്ല ചിന്ത. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. അതിനകത്ത് 9 പേരും പോയ വഴിക്ക് അങ്ങ് പോയി. ഒരുത്തൻ, അതും ഒരു ശമരിയാക്കാരൻ, അവൻ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്നു, 10 പേർ സൗഖ്യമായില്ലയോ? 9 പേർ എവിടെ? ഈ ശമരിയാക്കാരനല്ലാതെ വേറെ ആരും എന്ത് ചെയ്തില്ല, മടങ്ങി വന്നില്ലല്ലോ. ആൻഡ് ഗോഡ് വാണ്ട്സ് us to be thankful to him. അത് ഒരു അപ്രൈസൽ എന്നുള്ള നിലയിലല്ല അതിനെ കാണുന്നത്, റിലേഷൻ എന്നുള്ള നിലയിലാണ്. താങ്ക്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു അപ്രൈസൽ അല്ല, ഒരു റിലേഷനാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ദൈവത്തിന് എന്താ ഇത്ര വലിയ നിർബന്ധം? നമ്മൾ നന്ദി പറയണമെന്ന് എന്താണ് നിർബന്ധം? അങ്ങനെ ആകുമ്പോൾ ദൈവം നമ്മൾ പറയുന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ്, അപ്പോൾ ദൈവം നന്ദി പ്രതീക്ഷിക്കുന്നില്ലേ? ദൈവം പ്രതീക്ഷിക്കുന്ന മറ്റൊന്നുമല്ല, ഇറ്റ് ഇസ് എ റിലേഷൻ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് എന്നുവെന്ന് നിങ്ങളുടെ അടുത്ത്, അമേരിക്കയിലാണെങ്കിൽ എല്ലാത്തിനും താങ്ക് യു മമ്മി, താങ്ക് യു ഡാഡി എന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കും എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതൊക്കെ. അവന് വേണ്ട കാലം വരെയൊക്കെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ അവൻ തിരിഞ്ഞു നോക്കത്തില്ല. അത്രയും കാലത്തേക്കേ ഉള്ളൂ ഇവൻ്റെ താങ്ക് യു ഡാഡിയും താങ്ക് യു മമ്മിയും ഒക്കെ. പിന്നെ എന്നെ റിലീസ് ചെയ്തതിന് താങ്ക് യു മമ്മി എന്ന് പറഞ്ഞേച്ച് അവൻ്റെ ഭാര്യയും കൊണ്ട് അവൻ്റെ പണിക്ക് പോവുകയും ചെയ്യും. അതായത് ഇനിയും തൊട്ട് മമ്മിയുടെ കാര്യം നോക്കിക്കോ, പപ്പയുടെ കാര്യം നോക്കിക്കോ, ഞാൻ എൻ്റെ പണിക്ക് പോവുകയാണ്, താങ്ക് യു മമ്മി. അവന് താങ്ക് യു പറഞ്ഞേച്ച് അങ്ങ് പോയാൽ മതി. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ താങ്ക് യു മമ്മി എന്ന് പറഞ്ഞേച്ച് പോകണമെന്നാണോ? അല്ല. വി വോണ്ട് ടു സീ ദാറ്റ് ദ ചൈൽഡ് ഈസ് കീപ്പിംഗ് ദാറ്റ് ലൈഫ് റിലേഷൻഷിപ്പ് വിത്ത് അസ്. ദാറ്റ് ഈസ് താങ്ക്ഫുൾനെസ്. അവൻ നഷ്ടപ്പെടുന്നത്, താങ്ക്ഫുൾനെസ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദ ചൈൽഡ് ഈസ് ലൂസിങ് ലൈഫ്. അതാ അതിനകത്തെ പ്രശ്നം. ഈ നമ്മുടെ റിലേഷനിലേക്ക് ദൈവത്തിന് എന്തെങ്കിലും പറ്റാനുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർക്കണം. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് ജീവിക്കാൻ കഴിയത്തില്ല. കൊമ്പ് ഒടിഞ്ഞു പോയെന്നുള്ളത് മുന്തിരിവള്ളി ഒടിഞ്ഞു പോകത്തില്ല. കൊമ്പ് മുന്തിരിവള്ളിയിൽ ചേർന്ന് വസിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? കൊമ്പിന് വേണ്ടിയാണ്, അല്ലാതെ മുന്തിരിവള്ളിക്ക് വേണ്ടിയല്ല. ഈ പറയുന്നത് പോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് നന്ദി കരയേറ്റുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ദൈവിക സത്യങ്ങൾ അനുഭവിക്കുന്നതും ദൈവിക സ്നേഹം അനുഭവിക്കുന്നതും ദൈവ സന്നിധിയിൽ നമ്മൾ ചെലവിടുന്നതും എല്ലാം ദൈവത്തിന് വേണ്ടിയല്ല. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഗാഡ്, ഇറ്റ് ഈസ് ഫോർ അസ്. അതുകൊണ്ടാണ് കൽപ്പന കൊടുത്തിട്ട് പോലും
ദൈവം പറയുന്നത്, ഇസ്രായേലെ, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിച്ച ഈ ചട്ടങ്ങളെ നിന്റെ നന്മയ്ക്കായി നിർവഹിക്കണമെന്നല്ലാതെ വേറെ എന്താ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. അപ്പം ചട്ടങ്ങൾ തന്നെ കൊടുത്ത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മ. അപ്പം നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കൽപ്പനകൾ ഉപയോഗിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് മദ്യപാനി സ്വർഗ്ഗരാജ്യ അവകാശമാക്കിയിരുന്നത്, അല്ലെങ്കിൽ വൈ ഗോഡ് ഹാസ് ഗിവൻ സച്ച് എ ലോ ദാറ്റ് വി ഷുഡ് നോട്ട് ഇൻഡൾജ് ഓർ ഇൻവോൾവ് ഓർ ഷുഡ് നോട്ട് ബിക്കം ആൻ ആൽക്കഹോളിക്. മദ്യപാനി ആകരുതെന്ന് നമ്മളെക്കുറിച്ച് ദൈവം ഒരു നിയമം വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കള്ളു കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം ദൈവത്തിന് അങ്ങോട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവനെ അങ്ങനെ സൂഹിക്കണ്ട എന്ന് വെച്ചാണോ? നമ്മുടെ ചിന്ത അങ്ങനെയാണെന്ന് അല്ല. അതുകൊണ്ട് ദോഷം ഉണ്ടാകുന്ന ആർക്കാണ്? നമുക്കാണ്, ഇല്ലേ? വ്യഭിചാരം ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞ എന്തുകൊണ്ടാണ്? അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ആ കുടുംബത്തിനാണ്, അല്ലേ? സമൂഹത്തിന്റെ ഹാർമണി, കൊല ചെയ്യരുത്, സൊസൈറ്റിയുടെ ഹാർമണിക്ക് വേണ്ടിയാണത്, ഇല്ലേ? ഞാൻ പറഞ്ഞത് ആത്യന്തികമായി ദീസ് ആർ ഓൾ എന്താണ്? ദൈവിക സ്വഭാവത്തിന്റെ വിരുദ്ധമാണ്, അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല, അത് വേറെ കാര്യം. ദൈവിക സ്വഭാവത്തിന് വിരുദ്ധമാണെന്ന് തന്നെയല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നത്, ഞാനിന്ന് നിന്നോട് കൽപ്പിച്ച പ്രമാണങ്ങളൊക്കെയും നിന്റെ നന്മയ്ക്ക് വേണ്ടി നീ അനുസരിക്കണം. കാര്യം കൽപ്പനകൾ ആത്യന്തികമായി ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന്, ദൈവത്തിന്റെ സ്വഭാവം നമുക്കുണ്ടാകണം, അത് വേറെ കാര്യം. പക്ഷേ അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്, അത് ആരുടെ ഗുണത്തിന് വേണ്ടിയാണ്? നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഇതുപോലെയാണ് താങ്ക്ഫുൾനെസ് എന്ന് പറയുന്നത്. വെൻ വി ആർ താങ്ക്ഫുൾ, വി ആർ ദ ബെനിഫിഷ്യറി. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മളാണ് അതിന്റെ ഫലം ഉണ്ടാകുന്നത്. കാര്യം നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോഴാണ് നമ്മുടെ റിലേഷൻ വർദ്ധിക്കുന്നത്. വെൻ യു ആർ താങ്ക്ഫുൾ ടു God, then your relation with God will be more than the previous days. So what happens? You are closer to God, and when you are closer to God, it is more good for you. അതിന്റെ ഗുണം ആർക്കാണ് പ്രധാനമായും ഉണ്ടാകുന്നത്? നമുക്ക് വേണ്ടിയാണ്. സോ അതുകൊണ്ട് നമ്മൾ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം, നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ്, ഇതുപോലെയുള്ള ഒത്തിരി വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് റെഫർ ചെയ്യണം.